സതീഷേട്ട് വളരെ അഭിമാനം തോന്നുന്ന ദിവസങ്ങളാണ് ചിദംബരത്തിന്റെ സിനിമ ഇപ്പോ ഒരാഴ്ച ആവണം. ഒരാഴ്ചയായി. ഇപ്പോ വൻ ഹിറ്റായിട്ട് എല്ലായിടത്തും ചർച്ചയാണ്. അതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. I like the film very much. എന്താ തോന്നണ ഇപ്പൊ അഭിമാനം അച്ഛന് എന്ന നിലയ്ക്ക് രണ്ടു മക്കളും? തീർച്ചയായിട്ടും അത് അവന്റെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഒരു ഫിലിമായിരുന്നു ഈ സിനിമ. ഇത് രണ്ട് സിനിമകൾ, ആദ്യത്തെ ഫിലിമും ഫിലിം വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിലൊരു ബ്രില്യൻസ് കാണാനുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു, സംശയിക്കില്ല. പിന്നെ അഭിമാനം, ആഹ്ലാദം, ഒരു കൃതകൃത്യത ജീവിതത്തിൽ. വെരി ഗുഡ്. സതീഷേട്ട്, ഇവരുടെ പേരുകൾ ചിദംബരവും ഗണപതിയും ഒരു അത്യാവശ്യം ഫിലോസഫിക്കൽ ആയിട്ടുള്ള പേരുകളാണ്. ഈ പേരുകളുടെ പേര് ഇടുന്നതിന്റെ സന്ദർഭം എങ്ങനെയാ? അരവിന്ദത്തിന് എനിക്ക് ഒരു പുസ്തകം തന്നു, ഡാൻസസ് ഓഫ് ശിവ എന്നൊരു പുസ്തകം, കൃഷ്ണമൂർത്തിയുടെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. അത് വായിച്ചപ്പോഴാണ് ഈ ചിദംബരം എന്നുള്ള അതിന്റെ ഒരു അർത്ഥത്തിന്റെ ഒരു എനിക്ക് ഇതായത്. ഈ എന്താ പറയാ, ചിദാകാശം, ദ സ്പേസ് ഓഫ് കോൺഷ്യസ്നെസ്, അപ്പൊ വെറുതെ ഒരു വലിയൊരു അർത്ഥവും തോന്നും. അത് മാത്രമല്ല, പിന്നെ ആ പേരിനോടൊരു അതിന്റെ ശബ്ദത്തിനോടും ഒക്കെ ഒരു ഇതായിരുന്നു. അങ്ങനെയാണ് ചിദംബരം ഇടാൻ കാരണം. പിന്നെ ഗണപതി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടത്തിന്റെ ലീഡർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു ഗണത്തിന്റെ പതി, അതിപ്പോ ഒരു രാജാവാകും, ഒരു കല്യാണം. അപ്പൊ അങ്ങനെ ചിദംബരം ഗണപതി സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, പറഞ്ഞു കുട്ടികൾക്ക് എന്താ പറയാ, നല്ല പുറത്തുനിന്നുള്ള പലഹാരങ്ങളൊന്നും അല്ല വാങ്ങിച്ചു കൊടുക്കാറ്, യാത്ര പോയി വരുമ്പോ പുസ്തകങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കാറ് എന്ന് പറഞ്ഞു. ഇപ്പൊ സതീഷേട്ടന്റെ ഈ തോന്നൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഞാനും ജനിച്ച് വീണത് വളർന്നത് പുസ്തകങ്ങളുടെ നടുവിലാണ്. എൻ്റെ അച്ഛൻ മാതൃഭൂമിയിലെ ഒരു ലേഖകനായിരുന്നു, പ്രാദേശിക ലേഖകൻ. എൻ്റെ വീട്ടില് ഒരു പഴയ അളുമാറയിൽ ഹോം ലൈബ്രറി എഴുതിയിട്ട് അതിൽ നിറയെ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പുസ്തകങ്ങൾ കണ്ട് വളർന്നതാണ്. എനിക്ക് എൻ്റെ അച്ഛൻ പുസ്തകം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാനത് പിന്നെ എൻ്റെ മക്കൾക്ക് ഇപ്പൊ ഞാൻ കുറെ കാലം ഫിലിമിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ കാശ് കിട്ടുമ്പോൾ അതിലൊരു വലിയൊരു ശതമാനം പുസ്തകത്തിന് മാറ്റി വെക്കാറുണ്ട്. ആ ശതമാനത്തിൽ 1% ചിദംബരത്തിന് വേണ്ട പുസ്തകങ്ങൾ, മറ്റൊരു ശതമാനം ഗണപതിക്ക് വേണ്ട പുസ്തകങ്ങൾ, ബാക്കി എനിക്ക് വേണ്ട പുസ്തകങ്ങൾ, ഇങ്ങനെ 3 തരം തിരിച്ചിട്ടാണ് വായിക്കുക. അങ്ങനെ ചെറുപ്പത്തിലെ രണ്ടുപേരും നന്നായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ചിദംബരത്തിനൊക്കെ ഞാൻ പിന്നെ അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വായിക്കും. പിന്നെ അവനത് പ്രതികാരം ചെയ്യാൻ തുടങ്ങി എന്നോടിപ്പോ. എന്ന് വെച്ചാൽ അവൻ പല യാത്ര ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് പുതിയ പുസ്തകങ്ങൾ കൊണ്ടുതരാൻ തുടങ്ങി. ഓരോ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് തിരിച്ച് ഇതേപോലെ പല പുസ്തകങ്ങളും, ഞാൻ അടുത്ത കാലത്ത് വായിച്ച നല്ല പുസ്തകങ്ങളെല്ലാം അവൻ കൊണ്ടുവന്ന പുസ്തകങ്ങളാണ്. അപ്പൊ അങ്ങനൊരു, പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് എല്ലാ പല സിനിമകൾ, ഇപ്പൊ എത്ര നിങ്ങൾ ഭയങ്കര പർവകർഷണൊക്കെയുള്ള സിനിമകൾ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങളിരുന്ന് സിനിമ കാണും, അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു, മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ മുഴുവൻ അവന്റെ സുഹൃത്തുക്കളാണ്. അങ്ങനൊരു, ഞാൻ പറയാനുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ 2 മക്കളെ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ അവരെനിക്ക് 2000 മക്കളെ തിന്നു. അപ്പൊ അവരെനിക്ക് 2000 മക്കളെ തിന്നു. എന്റെ ചുറ്റും ഇപ്പോഴും ഞാൻ ദിവസം കാണുന്നതെല്ലാം അവന്റെ കൂടെ പഠിച്ചവരോ അവന്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ അതാണ് ഒരു തരത്തിലുള്ള ഒരു തരം എന്താ പറയാ, ഈ അയാദിക്ക് പണ്ട് മകൻ യൗവനം കൊടുത്തില്ലേ, അതുപോലെ മക്കളെനിക്ക് യൗവനം തന്നാണ്. അത്രയും അക്കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. താങ്ക് ഗോഡ്. ഞാനൊരു സ്ഥലത്ത് പുസ്തകം വാങ്ങിക്കാൻ പോയിട്ട് ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ്, ഏത് പുസ്തകം വാങ്ങിക്കണം എന്നുള്ളത് കുട്ടിക്ക് വേണ്ടി, അങ്ങനെയൊക്കെ. പക്ഷെ ഓഫ്കോഴ്സ് സതീഷേട്ടൻ ആ പ്രായത്തിൽ ചെറുപ്പത്തിലെ വായന ഉള്ളത് കൊണ്ടും പുതിയ കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് വരുന്നത് കൊണ്ടും അങ്ങനെ ഒരു ചിന്താകുഴപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതെങ്ങനെ ഈ പുസ്തകത്തിന്റെ സെലക്ഷൻ എങ്ങനെ നടന്നിരുന്നത്? ഞാൻ ഒരിക്കലും ഒരു പുസ്തകം മറ്റൊരു തരത്തിൽ ഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല. അത് അവന്റെ തെരഞ്ഞെടുപ്പ്, എന്റെ ലൈബ്രറിയിൽ അവർ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ, വായിക്കാൻ എടുക്കുന്ന പുസ്തകങ്ങൾ, എനിക്കും സാമാന്യം കുഴപ്പമില്ലാത്തൊരു പുസ്തകത്തിന്റെ കളക്ഷൻ ഉണ്ട്.
അപ്പോ അവൻ അതിൽ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് പിന്നീട് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ പിന്നെ എന്റെ ഡ്രൈവ് ചെയ്തത്. അവൻ അധികം വായിച്ചിരുന്നത് ഹിസ്റ്ററിയും ഫിലോസഫിയിലായിരുന്നു അവൻ താല്പര്യമുണ്ടായിരുന്നത്. അവൻ അത് നന്നായിട്ട് വായിക്കുമായിരുന്നു. ഈ രണ്ട് വിഷയമായിരുന്നു അവൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. ഫിക്ഷൻ വളരെ കുറവായിരുന്നു അവൻ വായിക്കുന്നത്. അധികം ഇതാണ് അവൻ്റെ ഒരു ഇതുണ്ടായത്. ഗണപതി ഫിക്ഷന്റെ ആളായിരുന്നു. ഗണപതി വളരെ ചെറുപ്പത്തിലേ തന്നെ ബഷീറും ഒക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അക്കാര്യത്തില് ഒരു എന്താണ് വളരെ അഭിമാനം തോന്നുന്നൊരു തരത്തിലുള്ള വായനയുണ്ട് ചിദംബരത്തിൽ ഇപ്പോഴുണ്ട്. ഞാനീ വായന കുറഞ്ഞിട്ടു. സതീഷ് ചേട്ടന്റെ ഈ വിഷ്വൽ മീഡിയയിലേക്ക് വരുന്നതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ വിഷ്വൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് ഞാൻ പിന്നെ ഒരു പത്രത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആദ്യം ഒരു വർഷത്തോളം മാതൃഭൂമിയുടെ ലേഖനമായിട്ടുണ്ടായിരുന്നു. അത് 82-ലാണ് 81. അതിനുശേഷം പിന്നെ ഒരു 2-3 വർഷത്തോളം ഒരു പത്രത്തിലെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടൊരു പിന്നെ ലോക്കൽ ഡെയിലി നാട്ടുപത്രിക എന്ന് പറഞ്ഞിട്ട് പത്രം, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ പത്രാധിപരായിട്ടിരുന്നിട്ടും പിന്നെയാണ് തിരുവനന്തപുരത്ത് വരുന്നത്. 87-ല് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് വന്ന് ഞാൻ പെട്ടത് തന്നെ ഈ ഒരു ഫിലിം ക്രൗഡിലായിരുന്നു. KP ശശി, DV ചന്ദ്രൻ, ചിന്തരവിയേട്ടൻ, പവിയേട്ടൻ, അരവിന്ദേട്ടൻ, അങ്ങനെ ആ സമയത്ത് ഒരു പിന്നെ തിരുവനന്തപുരത്ത് ഒരു സിനിമ വസന്തം തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് പപ്പേട്ടൻ, പത്മരാജൻ, അങ്ങനെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് KR മോഹന്റെ കൂടെയാണ്. KR മോഹന്റെ ഡോക്യുമെന്ററി ഫിലിംസ് 35 അന്ന് 35 ഫിലിമാണല്ലോ ഡോക്യുമെന്ററി, വീഡിയോ അല്ല. അപ്പോ അദ്ദേഹത്തിലെ നല്ല ഒരുപാട് ഡോക്യുമെന്ററിയിൽ പിന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഫിലിം മോഹനായിട്ട് കൂടെ തന്നെ ഫിലിം വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫിലിമായിട്ട് സ്വരൂപം വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇപ്പോഴും ഭയങ്കര പ്രസക്തമായിട്ട് സബ്ജക്റ്റുമാണ് സ്വരൂപം. അപ്പൊ ആ സ്വരൂപത്തിലാണ് ഞാൻ മോഹനായിട്ട് കൂടെ ആദ്യത്തെ ആയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ PT കുഞ്ഞുമുഹമ്മദിന്റെ കൂടെ മഗ്രിബ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം, മഗ്രിബിലും അസോസിയേറ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ചന്ദ്രന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പിന്നെ ചന്ദ്രന്റെ കൂടെ ഒരുപാട് ഫിലിംസ്, ഡാനി, മങ്കമ്മ, സദാശിവന്റെ കുമ്പസാരം മുതൽ പിന്നെ ഒടുവിൽ ചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്തത് പാഠം ഒന്നൊരു വിലാപം, മീരയ്ക്ക് നാഷണൽ ക്വാളിറ്റി ഫിലിം, അതിലായിരുന്നു ചന്ദ്രന്റെ കൂടെ അവസാനമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ജയരാജന്റെ കൂടെ ആയിരുന്നു അധികം വർക്ക് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ദൈവനാമത്തിൽ, ബൈ ദ പീപ്പിൾ, പിന്നെ ആനച്ചന്തും, മഷുവാരുകൂടി. പിന്നെ അത് കൂടാതെ ഞാൻ വേറെ ഒരുപാട് ആൾക്കാരോടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളിക്കാട് രാമേന്ദ്രൻ, അങ്ങനെയായിരുന്നു. പിന്നെ ഒരു സിനിമ ചെയ്തു, സമയം ചെയ്തിരുന്നു. അതിന്റെ പേര് ഇപ്പം മായാമാളിക എന്നൊക്കെ രണ്ടാമത് വരുന്നു. അതിലൊക്കെ അപ്പൊ അങ്ങനെ പിന്നെ മക്കള് ഗണപതി ആദ്യം വരുന്നു. ഗണപതിയല്ല, ചിദംബരമാണ് ആദ്യമായിട്ട് പിന്നെ രംഗത്ത് വരുന്നത്. ആദ്യം ഡബിങ് ആയിരുന്നു ചിദംബരം ചെയ്തുകൊണ്ടിരുന്നത്, ചെറുതായിട്ട്, ചെറിയ പ്രായത്തില്. അപ്പോ അങ്ങനെയൊക്കെയാണ് ആലിപ്പുഴം എന്ന് പറഞ്ഞൊരു സീരിയലില്, സൂര്യ TVയുടെ ഒരു മെഗാ സീരിയല്, ചിദംബരം ഭാരതനാടനായിട്ട് വരുന്നത്. അങ്ങനെ കുറച്ച് സാധനം ചെയ്തിരുന്നു. മറ്റേ ഇയാളുടെ MT വാസുദേവനായരുടെ കഥകളിൽ പിന്നെ ഇയാള് മധുമോഹൻ ചെയ്തതിൽ MT കഥകളിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഇവനെ അഭിനയിക്കാൻ ഒരു താല്പര്യമില്ലാണ്ടായി മാറി, ഉന്തി പറഞ്ഞ കണ്ട അവസ്ഥയ്ക്ക് വരും. അപ്പൊ അവനെ താല്പര്യമില്ല, അവന് താല്പര്യം ക്യാമറയുടെ പിന്നിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ജയരാജിന്റെ കൂടെ ഞാൻ അതുവരെ ജയരാജൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു വർക്കിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വരുന്നില്ല, ചിദംബരത്തിനെ അയക്കട്ടെ. അയക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചിദംബരം അയാളുടെ കൂടെ വർക്ക് ചെയ്തു. അവന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അവന് ഈ വിഷയം അറിയുകയും ചെയ്യാം നന്നായിട്ട്, ഒരു ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റും ക്യാമറയുടെ അതൊക്കെ പഠിക്കാം. സിനിമക്ക് പുറത്തുള്ളതാണ് ഒരു മനുഷ്യൻ അറിയേണ്ടത്. എന്തെങ്കിലും ഒരാള് അതവന്റെ കയ്യിലുണ്ട്, അതാണ് എൻ്റെ ഒരു ഇത്. സിനിമ ആർക്കും പഠിക്കാം. 2 മാസം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 2 പടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ ചെയ്യേണ്ട രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പുറത്താണ് കാര്യം കിടക്കുന്നത്. ലക്ഷ്മി വാര്യർ ചിദംബരത്തിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് എന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് അത് അവന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഇതാണ്. എനിക്ക് അങ്ങനെ അവന്റെ കൊച്ചി സുഹൃത്തുക്കൾ
എനിക്ക് അതിന്റെ ഒരു കെമിസ്ട്രി അറിഞ്ഞുകൂടാ അങ്ങനെ സുഹൃത്തുക്കള് അവർ ഫസ്റ്റ്. പക്ഷെ എന്നോട് ആ പടത്തിന്റെ ആദ്യത്തെ സബ്ജക്റ്റ് എന്നോട് പറഞ്ഞ സമയത്ത്, അവനോട് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഹ്യൂമറാണ് വെച്ചാൽ കൈ വെച്ചാൽ പാളിപ്പോവോടെ, പാളിപ്പോയി കഴിഞ്ഞാൽ പിടികിട്ടില്ല. ഹ്യൂമർ പാളിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്. ഞാൻ അവരോട് പറഞ്ഞു വെച്ചാൽ ലോകത്തിലെ വളരെ അത്ഭുതകരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹ്യൂമറിലെ കൂടിയാണ്. അതുകൊണ്ട് നീ ആൾക്കാരൊന്നും ആലോചിക്കാൻ വേണ്ട. നീ ഈ ഞാൻ അവരോട് പറഞ്ഞ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലൊരു ഒരു പടം ഉണ്ട്. അതുപോലെ ചാപ്ലിന്റെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു വെച്ചാൽ ഈ നമ്മള് ഗോൾഡ് റഷ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഗോൾഡ് റഷില് രണ്ട് പ്രബലന്മാർ തമ്മിൽ ഒരു തോക്കിന് വേണ്ടിയിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു സീൻ, വളരെ വിശ്വപ്രസിദ്ധമായ സീനാണ്. അപ്പൊ തോക്കിന്റെ കുഴൽ സാധാരണക്കാരുടെ നേരൊക്കെ എപ്പോഴും വരുന്നത്. ഇവരെന്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാലും അവരെ അത്ര ഇന്നും ഈ ലോകത്തിൽ നടക്കുന്ന യുദ്ധം, ഇപ്പൊ എന്ത് ലോകത്തിൽ പല സ്ഥലങ്ങളിലെ യുദ്ധം നടക്കുന്നത്, ഇതൊക്കെ രണ്ടാൾക്കാരുടെ ഈഗോ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ തോക്കിൻ കുഴൽ സാധാരണക്കാരന്റെ നേരക്കാണ്. രണ്ട് പ്രബലന്മാരുടെ ഈഗോ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തോക്കിൻ കുഴൽ ഓഫ് കോഴ്സ് സാധാരണക്കാരനെതിരെയാണ്. ഈ ഒരു വലിയ ഫിലോസഫി പറഞ്ഞത് തമാശയിലെ കൂടെയാണ് ചാപ്ലിൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു അതൊന്നും ആലോചിക്കാൻ വേണ്ട, നന്നായിട്ട് പറയാൻ പറ്റും, തമാശയിലെ കൂടെ പറയാൻ പറ്റുള്ളൂ വലിയ കാര്യങ്ങൾ. അങ്ങനെയാണ് ജാനമൻ ഉണ്ടാകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്കിലും കൂടി പോയിട്ട് വരാം. കെ പി ശശി പോലെയുള്ള ജെഎൻയുവിലൊക്കെ പഠിച്ച് എന്താ പറയാ അത്തരം തത്വചിന്തകളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ആദ്യത്തെ കൂട്ട് ശരത്തേട്ടൻ ഒക്കെ ആയിട്ടുള്ള കൂട്ട് ആ കാലഘട്ടം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒന്ന് അത് ഞാൻ അക്കാലത്ത് ഞാൻ വന്ന കാലത്ത് തമ്പാനൂര് ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. ലോഡ്ജല്ല, ഒരു പഴയ നാലുകെട്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ഒരു പഴയ നാലുകെട്ട്. അതിൽ പല മുറികളും പല ആൾക്കാരുള്ള, അതിൽ മിക്കതും അവിടെ വരുന്നത് കെ പി ശശി, പിന്നെ ശരത്ത്, നമ്മുടെ ശരചന്ദ്രൻ മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവനെടുത്ത ഫോട്ടോസാണ് ഇപ്പോഴും എന്റെ മക്കളുടെ ഫോട്ടോസൊക്കെ. ചെറുപ്പത്തിലെ ഫോട്ടോ മുഴുവൻ ശരത്തെടുത്തതാണ്. ശരചന്ദ്രൻ, പിന്നെ ബാബുരാജ്, ബാബുരാജ്, പാണ്ഡവത്ത് ബാബുരാജ്, ശശിയുടെ അസോസിയേറ്റ്, എല്ലാ പടങ്ങളിലും അസോസിയേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ് ബാബുരാജ്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സുധീർ, ചീഫ് ലാബ് ടെക്നീഷ്യനിലെ സുധീർ. പിന്നെ അവിടെ ലോഡ്ജിൽ രവിയേട്ടൻ, രവിയേട്ടൻ വന്നാൽ വരും, അങ്ങോട്ട് പവിയേട്ടൻ വന്നാൽ വരും. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ തന്നെയാണ് എന്റെ ഇതുണ്ടാകുന്നത്. ശശിയോടുള്ള ബന്ധവും. എന്റെ കൂടെ ഞാൻ 2-3 പ്രോജക്റ്റിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. ഒരു പടത്തിൽ ശശിയുടെ കോ റൈറ്ററുമായിരുന്നു ഞാൻ. ശശിയിലെ ഫസ്റ്റ് ഫിലിമിലെ ഇലയും മുഴും സിനിമയിൽ ഞാൻ കോ റൈറ്ററാണ്. ഞാനും ബാബുവും ശശിയും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അങ്ങനെ ശശിയായിട്ടുള്ള ദീർഘകാല ബന്ധം. പിന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫിലിമായിട്ടുള്ള ഏകലഗ് മൗസം എന്ന ഹിന്ദി ഫിലിമിലും ഞാനായിരുന്നു അസോസിയേറ്റ്. അതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് ആ സൗഹൃദം ഉണ്ടാകുന്നത്. പിന്നെ ഒരു ഗുരുതുല്യൻ, ഏറ്റവും സ്നേഹം എന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നത്, ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് മോഹനേട്ടനാണ്. KR മോഹനേട്ടൻ മരിച്ചുപോയി. ഒരു സുഹൃത്തുന്നോ ഗുരുന്നോ എന്താണ് മോഹനേട്ടനെ വിശേഷിപ്പിക്കേണ്ട, കുടുംബ സുഹൃത്തുന്നോ, എന്റെ അങ്ങനെ ഒരു ഭയങ്കര ബന്ധമായിരുന്നു മോഹനേട്ടനായിട്ടുള്ള ആത്മാവുണ്ടായിരുന്നു. ഇപ്പോൾ സൂക്ഷിക്കുന്നു മോഹനേട്ടനില്ലെങ്കിൽ. സതീഷേട്ടന്റെ ഒരു യൗവനം എന്ന് പറയുമ്പോൾ ക്ഷുഭിത യൗവനത്തിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന ഇതാണല്ലോ. അന്നത്തെ ചിന്തയൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ എന്താ പറയാ നാടിനെ കുറിച്ച്, സമൂഹത്തിനെ കുറിച്ച്, ദേശത്തിനെ കുറിച്ച്, രാഷ്ട്രത്തിനെ കുറിച്ച് ഒക്കെ അങ്ങനെ ഒരു ബോധവും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവട്ടോ. അതെ അതെ, അത് എനിക്ക് ഒരു പിന്നെ രാഷ്ട്രീയ ബോധം ഞാൻ ഇപ്പൊ കാണുന്നില്ല. അല്ലെങ്കിൽ പ്രപഞ്ച വീക്ഷണം എന്ന് പറയാം. അതാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ബോധത്തിനെക്കാളും ഒരു പ്രപഞ്ച വീക്ഷണം രൂപപ്പെടുന്ന കാലത്ത് ഈ നക്സലിസം ഒക്കെ ഏറ്റവും അധികം ചെറുപ്പക്കാരെ, അല്പം വായനയ്ക്കുള്ള ആൾക്കാരെ ആകർഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു. വി ചന്ദ്രൻ മാഷ്, പിന്നെ അന്ന് സച്ചിദാനന്ദൻ പോലും വളരെ സജീവമായിരുന്നു. പ്രസക്തി മാസിക ഒക്കെ എൻ്റെ ഒരു ചെറുപ്പങ്ങനായിരുന്നു. പ്രസക്തി മാസികയൊക്കെ കൊണ്ടു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത് രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ വളരെ ഭാഗ്യവശാൽ വളരെ ഈ KP ശശി, ബാബു, ആ ടീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ അന്ന് പശ്ചിമഘട്ട രക്ഷായാത്ര, മോഹൻകുമാർ ഇപ്പൊ സ്വാമിയാണ്.
മോഹൻകുമാർ, ആ ഒരു പിന്നെ എന്താണ് ശരത്ചന്ദ്രൻ, ഇവരുടെ ഗാംഗിൽ എത്തിപ്പെട്ടപ്പോഴാണ് ഞാൻ എന്റെ ഒരു പരിസ്ഥിതി ബോധത്തിന്റെ അക്കാലത്ത് തന്നെ ശശി സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. അന്നൊക്കെ മലയാള മാധ്യമങ്ങളിൽ കുടിവെള്ളം പോലും ചർച്ചാ വിഷയമായിരുന്നില്ല ശശി അത് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഇലയും മുള്ളും ശശി ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീവാദം എന്ന് പറഞ്ഞ പരിപാടികളൊന്നും ഇങ്ങനെ ഒരു ഇത്രയധികം മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ ചർച്ചാ വിഷയമോ ആയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നില്ല ശശി അത് ചെയ്തത്. ആ ഫിലിം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെ തോന്നുന്നു എനിക്ക്. അതെ അതെ അതെ. പിന്നെ ഈ പറഞ്ഞ മോഹൻലാലിന്റെ ഒപ്പം ജയരാജ് സാറിന്റെ ഒപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അതുവരെ ആർജിച്ചിട്ടുള്ള പാണ്ഡിത്യം, അതായത് വായനയുടെയും ഇതിന്റെയൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സുഹൃത്ത് മുകേഷ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരിയും അദ്ദേഹത്തിനെ കവി അദ്ദേഹത്തിന് കണ്ട കുട്ടി ഉണ്ടായിരുന്ന കൂടെ സന്ദർഭത്തിനെ കുറിച്ച് അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഗണു വളരെ കുഞ്ഞായിരിക്കുന്ന സമയം ഗണുവിനെ കൂട്ടി ഞാൻ സിറ്റിയിൽ ഒരു എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോ ഞാൻ വളരെ ചെറുപ്പത്തിൽ ബാറിൽ പോകുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് ഒന്നും പോകാറില്ല. ഞാൻ അവനെയും കൂട്ടിയിട്ടാണ് പോവുക. ബാറിൽ പല ആളും നോക്കും, ഞാൻ അവിടെ ഇരിക്കാൻ പറയും, അവരിക്കും, ഞാൻ സ്മോളിലേക്കും. അങ്ങനെ മക്കളുടെ ഒന്നും ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അവനെയും രണ്ട് സ്മോളൊക്കെ രണ്ടെന്നല്ല നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈക്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുവാണ്. അപ്പോ വിഷ്ണുനാരായണ നമ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കവിയാണ്. വളരെ അച്ഛൻ ആണ് എന്നെ ഈ വിഷ്ണുനാരായണനിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോ അയാളുടെ എല്ലാ കവിതകളും മിക്കവാറും കവിതകൾ എഴുതിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പലതും എനിക്ക് ഹൃദയസ്ഥാണ്. ഞാൻ സിറ്റിയിൽ അയാളെ എപ്പോഴും കാണാനുണ്ട്. ഞാൻ പോകുന്ന വഴിക്കാണ് അയാളുടെ വീട്. അപ്പോൾ ഒരു പച്ചക്കറി ഒരു സഞ്ചിയൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ എടുത്ത് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം. സൈക്കിളിലാണ് മിക്കവാറും കാണുക. ഏതാണ്ട് വളരെ വയസ്സാകുന്ന ഒരു സൈക്കിൾ ആണ് അയാളെ. പിന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അയാളൊന്നും സംസാരിക്കാൻ ഒരു ധൈര്യം ഉണ്ടായില്ല എനിക്ക്. അന്ന് പിന്നെ രണ്ട് സ്മോളൊക്കെ ഇട്ടുകൊണ്ട് ധൈര്യമായി ഞാൻ വണ്ടി അവിടെ നിർത്തി നേരെ സാറിൻ്റെ അടുത്ത് ചെന്നു. ചെന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ പേര് പറഞ്ഞു, ഞാൻ എന്റെ മോനാണ് ഗണപതി, അനുഗ്രഹിക്കുന്നു തോന്നുന്നു. അപ്പൊ ഗണപതിയാ അപ്പൊ എന്നെ നോക്കി ആദ്യം, എന്നിട്ട് പിന്നെ അനുഗ്രഹിച്ച സമയത്ത് ഞാൻ അയാളുടെ ഒരു കവിത ചൊല്ലാൻ തുടങ്ങി. നടു റോഡാണ്. കടക്കുക പുറത്തുനിന്ന് കൽപ്പിക്കും ഗോത്രമുഖ്യനെ, കത്തുന്ന കൺകളാൽ നോക്കി തല കുമ്പിട്ടിടാത്തവൻ, ഗംഗാനാരായണൻ ചുറ്റും പെരുമ്പറ നിലക്കവേ, കുഴൽ കൊമ്പ് വിളിക്കൊപ്പം കൂത്താട്ടങ്ങൾ അടങ്ങവേ, വിറനിർത്തി ബലിക്കല്ലിൽ ആട് കാതോർത്തു നിൽക്കവേ, മണ്ഡപത്തിങ്കൽ നിന്നുണ്ടായി അരുളപ്പാടിതേ വിധം. അപക്ഷ്യങ്ങൾ ഭുജിക്കുന്നോൻ അകൃത്യം ചെയ്തിടുന്നവൻ, ദേവതായതനത്തിങ്കരം ചൂതാട്ടം ശീലമാക്കിയോൻ, കളപ്പുരക്ക് തീവച്ചോൻ പിതൃകർമ്മം മുടക്കിയോൻ, ഗംഗാനാരായണൻ മേലിൽ കണ്ടുപോകരുത് ഈ വഴി. ഇവന് കുടിനീർ നൽകിയിടുന്നവൻ വിമതനായിടും, ഇവൻ ചവിട്ടിടും മണ്ണിൽ പുൽനാമ്പും ചാമ്പലായിടും. ശിരസ് മുണ്ടനം ചെയ്ത് ഭീമപാലത്തിനപ്പുറം അവനെ കൊണ്ടുചെന്നാട്ടി പിന്തിരിഞ്ഞി നടക്കവേ, പിന്നെ എല്ലാവരും ചേർന്ന് ശരദുത്സവമാടവേ. അങ്ങനെ പോവുക കവിത. അപ്പൊ ഇത് ചൊല്ലിയപ്പോ പുള്ളി ആകെ അന്തപ്പെട്ടു. ഒരു മോനെ, എനിക്ക് പോലും ഈ ഇത്രയും ലൈൻസ് ഒന്നിച്ച് പാടാൻ പറ്റില്ല. കള്ളു കുടിക്കരുത്, ഈ ഓർമ്മ നശിപ്പിക്കരുത്, കള്ളു കുടിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല സാർ കുഴപ്പമില്ല. ഞാൻ തിരിഞ്ഞു പോകുമ്പോ അയാൾ കൈ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരണം. ഞാൻ അവന് വരാം, സ്മോളൊന്നും ഇല്ലാണ്ട്. പിന്നെ ഞാൻ തിരിച്ചിട്ട് ഇയാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഹിമാലയൻ കവിതകൾ ഒന്നിച്ചിട്ടൊരു സമാഹാരം ഉണ്ടാക്കണം. ഒരുപാട് ഹിമാലയൻ കവിതകളുണ്ട് സാറുണ്ടായി. നോക്കാം. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഈ കഥ മുഴുവൻ പറഞ്ഞിട്ട് വിഷ്ണു സാർ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഈ പുസ്തകം. എനിക്കതിന്റെ കോപ്പിയെ ചെയ്യുന്നിരുന്നു സാറ്. എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം എഴുതാൻ പിന്നെ ദൈവം നിങ്ങളെയാണല്ലോ ഏൽപ്പിച്ചത്. പിന്നെ ഞാൻ പലപ്പോഴും മാഷ ഇടക്കിടക്ക് വീട്ടിൽ പോകും. അസുഖമായ സമയത്ത്, അല്പം വയ്യാത്ത സമയത്ത് ഞാൻ പോയിരുന്നു. ആ സമയത്ത് പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവസാനമായിട്ട് പോയ സമയത്ത് മാഷ്
ഞാൻ വീട്ടില് ബെല്ലടിച്ച സമയത്ത് മാഷിന്റെ മകളാണ് തുറന്നത്, അതിഥി. ഞാൻ അവരെ വളരെ ചെറുത് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല, അവരധികം ഉണ്ടായിട്ടില്ല അവിടെ. അപ്പൊ അതെ ഞാൻ ഇങ്ങനെ മാഷിനെ കാണാൻ വന്നതാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഓർമ്മ അല്പം പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഇന്റർവ്യൂ ചെയ്യാൻ വന്നോണോ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയാ ഇന്റർവ്യൂ ഒന്നും ചെയ്യട്ടെ, ഞാൻ വെറുതെ മാഷ കാണാൻ വന്നു. ശരി, ഓർമ്മ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അവിടെ ഭാഗത്ത് കയറിയിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാറ് ഈ പർച്ചസ് ഇതില് എടുത്തിട്ട് ഇങ്ങനെ വന്നു എന്നല്ല, അങ്ങനെ ഉദിച്ചു ഒക്കെ പറയുന്നതായിരിക്കും എനിക്ക്. ഒരു മാഷ അങ്ങനെ ഒരു അപ്പിയറൻസ് ആണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരുന്നൊരു കക്ഷിയായിരുന്നു അയാൾ. അദ്ദേഹം വന്നിട്ട് എന്നെ നോക്കിയ ഉടനെ ചെയറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു, ഗണപതി ഉണ്ടോ കൂടെ ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല പക്ഷേ അവൻ ഇപ്പൊ കൊച്ചിയിലാണ്. കൊച്ചിയിലോ? അപർണയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവള് പയ്യന്നൂരാണ്. അപ്പൊ കുഞ്ഞൊറ്റക്കോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞല്ല മാഷേ, നാഷന്ന് കണ്ടിട്ട് 10-20 വർഷമായി, അവനിപ്പോ വലിയ ബാല്യക്കാരനാണ്. അതിനിടയിൽ മാഷ് ഒരു തവണ കണ്ടാൽ മറന്നുപോയി. അപ്പോ അങ്ങനെയാണ് മാഷായിട്ടുള്ള ഒരുപാട്, എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു അങ്ങനെ ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ ഇതായിട്ട് നിതാന്തമായിട്ട് ബന്ധം സൂക്ഷിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് മാഷ അവസാനം വരെ. അക്കാലത്ത് ഇതുപോലെ സമാന ബഹുമാനം തോന്നിയിട്ടുള്ള എഴുത്തുകാരോ കവികളും അവർക്കാരൊക്കെ ആയിരുന്നു? അങ്ങനെ പറഞ്ഞാൽ ഒരുപാടാളുണ്ട്. ഏറ്റവും എനിക്കിപ്പോ ലോകത്തിൽ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നൊരു എഴുത്തുകാരൻ ദോസ്തോവസ്കിയാണ്. ദോസ്തോവസ്കി ഉണ്ടാക്കിയ ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഇതുവരെ ഫിക്ഷൻ പറയാൻ ആർക്കും പറ്റിയിട്ടില്ല എന്ന്. ഇപ്പൊ അടുത്ത കഥകൾ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സംഭവമാണ് അത്. അവിടെ ഒരു നമസ്കാരം കൊടുത്തിട്ട് മറ്റെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഫിക്ഷന്റെ കാര്യത്തിൽ. പിന്നെ കുഞ്ഞിരാമൻ നായരെ പോലൊരു ഒരു കൂറ്റൻ കവി, അങ്ങനെ ഒരു കൂറ്റൻ കവിയെ ആണ് മറ്റൊന്ന്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിക്കര്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. സിനിമക്കാരാണെങ്കിൽ ഏറ്റവും ബഹുമാനം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അരവിന്ദൻ തന്നെയാണ്. ഒരുതരം ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്നത്. പുള്ളി അവസാനം സിനിമയിൽ മാത്രമായി പോയിന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങള് ലോകത്തിലെ ആദ്യമായിട്ട് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മനുഷ്യർ പോലുള്ള ഒരു കാർട്ടൂൺ പരമ്പര, ഒരു കാർട്ടൂൺ നോവലാണോ എന്നാണ് പറയാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടാക്കിയത്. അതിന് വേറെ മുൻ മാതൃകയുടെ പോലും മരവിതട്ട് മുമ്പിൽ ഉണ്ടായിരുന്നില്ല, മലയാളത്തിന് മുമ്പിലെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, പുള്ളിയുടെ കൂടെ അരവിന്ദന്റെ സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് അവിടെ ആ പൂർണ്ണ ഹോട്ടലിലെ റൂം നിറഞ്ഞിട്ടുണ്ടാവും ആൾക്കാരെ കൊണ്ട് അരവിന്ദൻ. അപ്പൊ അരവിന്ദന്റെ ഒരു കസേരയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത് ഭയങ്കര മൗനിയാണെങ്കിലും പക്ഷെ അത് എല്ലാവരും വളരെയായിട്ട് കേൾക്കും. പിന്നെ പുള്ളി നന്നായിട്ട് പാടും ശരിക്കും. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ. എനിക്ക് ആ സിനിമയിലപ്പുറം എനിക്ക് ഒരു ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു മനുഷ്യനായിരുന്നു അരവിന്ദേട്ടൻ. പിന്നെ ഓഫ്കോഴ്സ് എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടെ സക്രിയ സാറ്. അങ്ങനെ ഒരു ഓഫ്കോഴ്സ് രവിയേട്ടനെ പോലെ ഒരു നടക്കുന്ന എൻസൈക്ലോപീഡിയാണ് രവിയേട്ടൻ. രവിയേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റിലായിരുന്നു അവസാന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് TN ഗോപകുമാർ, ശശിയേട്ടൻ, ശശികുമാർ സാർ, അങ്ങനെ ഒരു വലിയ സദസ്സുണ്ടാവും. അവരുടെ നടുവിലാണ് ഞാനും ഇങ്ങനെ വളർന്നത്. അതിന്റെ ഒരു പച്ചപ്പായിരുന്നു ജീവിതത്തിൽ. ഇന്നും ബാക്കിയതൊക്കെ ഇല്ല. പിന്നെ ഈ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന നല്ല പുസ്തക കൈമാറ്റങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ ചന്ദ്രേട്ടന്റെ കൂടെയുള്ള ദീർഘകാല സിനിമ അനുഭവം, അയാളുടെ കൂടെ ഏറ്റവും അധികം ഞാൻ പ്രൊജക്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ സിനിമ കൂടാതെ ഡോക്യുമെന്ററീസിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് കാലം. അവിടെയും ഈ പറഞ്ഞ പോലെ സംസാരിക്കുന്നത് എന്താണ്? ഇപ്പൊ ദസ്തേവ്സ്കിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ലോക ക്ലാസിക്കുകളൊക്കെയാണ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് പൊളിറ്റിക്സും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അത് ഡിപ്പെൻസ്. പൊളിറ്റിക്സ് ഉണ്ടാവും, പക്ഷെ പിന്നെ ചിലപ്പോ ഓഫ്കോഴ്സ് ഫിലിം ഉണ്ടാവും. അങ്ങനെ പല വിഷയങ്ങളും വരാറുണ്ട്. ദീർഘമായി നീളുന്ന സംഭാഷണം, തർക്കങ്ങളും പലപ്പോഴും തല്ലിൽ പോലും കലാശിച്ചിട്ടുണ്ട്. അടിപിടിയിൽ പോലെ കലാശിച്ചിട്ടുണ്ട്. സാധാരണ. ഇപ്പൊ നേരത്തെ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിനെ വേറെ രീതിയിൽ മഹാകവിയാണ്,
മറ്റൊരു രീതിയിലൊരു അദ്ദേഹത്തിന്റെ ചെറിയ മദ്യപാനവും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയും ആ വാസനകളും സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഓഫ്കോഴ്സ്. കുഞ്ഞിരാമൻ നായരെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലേട്ടൻ എഴുതിയാന്ന് തോന്നുന്നു, ബാലേന്ദ്രൻ ചുള്ളിക്കോട്. അയാളെ മെഡിക്കൽ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിന് അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അയാൾ മുറുക്കാൻ സ്മോൾ അടിച്ചോണ്ടിരിക്കുവാണ്. മുറുക്കാൻ വേണ്ടിയിട്ട് വെറ്റില എടുത്തിട്ട് വെച്ചിട്ട് സമയത്ത് കരണ്ട് പോയി. ജനലെടുത്തായിരിക്കണം. അപ്പോ നിലാവ് അടിക്കുന്നതിൽ ഈ വെറ്റിലയില് അപ്പൊ ബാല ആ ലൈറ്റോട് എനിക്ക് നിലാവും ചുണ്ണാമ്പും മാറിപ്പോന്നു പറഞ്ഞത്രേ. പിന്നെ കുഞ്ഞിരാമനെ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ മാതൃഭൂമി ഓഫീസിൽ വരുമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇയാൾ ഇത്രയും ഒരു കൂറ്റൻ കക്ഷിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെയാണ് നല്ല വെച്ചാൽ ഏറ്റവും പ്രശ്നം കുഞ്ഞിരാമൻ നായരെ ഭക്തകവി എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുക്കി കഴിഞ്ഞിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ അത് ഭക്തകവി എന്നായിരുന്നില്ല. ഇരുട്ടിലെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു കവിത ഞാൻ ആലോചിക്കുന്നത് അയാൾ എഴുതിയത് പിന്നെ 60-ലോ 70-ലോ ആ സമയത്ത് എഴുതിയാണ് ഇരുട്ടിലെ മനുഷ്യൻ. ഇന്ന് വരെ ഈ നമ്മുടെ പിന്നെ എന്താ പറയാ പിന്നെ പരിസ്ഥിതിയെ കുറിച്ചിട്ടോ ഒക്കെ എഴുതിയ കവിതകളിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം ഇരുട്ടിലെ മനുഷ്യനിലെ കവിതയാണ്. അതില് ഞാനൊരു ചുരുക്കിയ ഒരു സംഭവം പറയാനുള്ളത് വെച്ചാൽ അതില് പിന്നെ ഈ കവി പ്രകൃതിയിലെ ഓരോ പ്രതിഭാസത്തിനെയും വിളിച്ചിട്ട് ചോദിക്കുവാണ്, കഴിഞ്ഞതെല്ലാം മറന്ന് എനിക്ക് കയറിപ്പറ്റാൻ കഥകു തുറക്കുമോ, വിളക്ക് കൊളുത്തുമോ എന്ന് ചോദിക്കുവാണ്. അതാദ്യം പിന്നെ ഉയരാകും ജ്യോതിഷെ ഉണർത്താനെന്നും ശംഖു വിളിക്കും സമുദ്രമേ, സമുദ്രത്തിനെ വിളിച്ചു ചോദിക്കുകയാണ്. പിന്നെ 7:30 വെളുപ്പിന് കുളിച്ച് നിർമാല്യത്തിൽ ഏകാന്ത പദം പറ്റും സാധക നക്ഷത്രമേ എന്നൊക്കെ പറഞ്ഞ് പ്രകൃതിയിലെ ഓരോ പ്രതിഭാസത്തിനും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കഴിഞ്ഞതെല്ലാം മറന്ന് എനിക്ക് കയറിപ്പറ്റാൻ കഥക തുറക്കുമോ, വിളക്ക് കൊടുക്കുമോ. അത് നീണ്ട കവിതയാണ്, നല്ല രസമാണ്. അപ്പൊ ഒരുപാട് നല്ല രസിക ലൈൻസിന്റെ നമ്മളെ ഇതായിരുന്നു. അപ്പോ അവസാനം തുറന്നു കരൾ പൂക്കൾ ഇവരും മാധുരീ രസം ചോർന്ന് ഹൃദയം മുറിപ്പെട്ട മായിക സങ്കല്പത്തിൻ കൃതി വൈകൃതം മാറാൻ നീ താമര മുട്ട് തുറന്നിട്ട് പറഞ്ഞു, നീ അകത്തെ കയറിക്കോളൂ, കുഴപ്പമില്ല, വന്നോളൂ എന്ന് പറഞ്ഞു. കവിത അവസാനിക്കുന്നത് അറിയാം, ഇരുളിൻ ചുമർ പറ്റി മറഞ്ഞു നിന്നു വീണ്ടും അഭയാർത്ഥിയാം മർത്യൻ. ഇരുളിൻ ചുമർ പറ്റി മറഞ്ഞു നിന്നു വീണ്ടും അഭയാർത്ഥിയാം മർത്യൻ എന്നാണ് ചോദിച്ചത്. ഇത് നമ്മളിപ്പോ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഏത് പരിസ്ഥിതിക്കാരനോട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എനിക്ക് ഫ്ലാറ്റ് മതി എന്ന് പറയും. അല്ല, അങ്ങനെ കുഞ്ഞിരാമൻ നായര് ഈ രണ്ടുപേരും ദസ്തോവ്സ്കിയും കുഞ്ഞിരാമൻ നായരും പറഞ്ഞാണോ. അപ്പൊ ദസ്തോവ്സ്കി, കുഞ്ഞിരാമൻ നായര്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഫിലിംസിൽ ഒരുപാട് ആളുണ്ട്, ചാപ്ലിൻ പോലെ അല്ലെങ്കിൽ കുറസഭയെ പോലെ. അങ്ങനെ ഈ വായനയില് മുന്നിൽ നിൽക്കുന്ന ഇപ്പൊ പത്മരാജനെ പോലെ കഥ പറയുന്ന അല്ലെങ്കിൽ അവർക്കും ഒരു സദസ്സുണ്ടായിരുന്ന ആളുകളാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, പപ്പേട്ടനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. കാണും സ്റ്റുഡിയോയിൽ വെച്ചൊക്കെ കാണും. പപ്പേട്ടനോട് വരുമ്പോൾ നമ്മുടെ വേറെ എന്താ പടം ചെയ്യുന്ന പപ്പേട്ട വളരെ ഉണ്ടാവും. അപ്പൊ കാണും. എനിക്ക് ഭയങ്കര ആരാധന തോന്നിയൊരു മനുഷ്യനാണ്. പിന്നെ രൂപത്തിൽ തന്നെ പെട്ടെന്ന് ആരാധന തോന്നുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ അയാളുടെ എഴുതിയതൊക്കെ ഞാൻ നക്ഷത്രങ്ങളെ എഴുതിയൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ബഹുമാനം കലർന്ന ഒരു പിന്നെ അകലം ഉണ്ടായിരുന്നു പപ്പേട്ടനായിട്ട്. അരവിന്ദേട്ടനായിട്ട് അങ്ങനെ ആയിരുന്നില്ല. എന്നുവെച്ചാൽ അരവിന്ദേട്ടൻ വളരെ ക്ലോസ് സർക്കിൾ ആയിട്ട് ഈ ചിന്തരവിയേട്ടൻ, മോഹനേട്ടൻ, ലെനിൻ അങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പപ്പേട്ടനായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടവേളകളിലൊക്കെയുള്ള സംഭാഷണങ്ങൾ എന്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു? അതും ജയരാജൻ സാറിനും ഞാൻ പിന്നെ കമ്മ്യൂണിക്കേഷനിലെ ഒരു തലം മാടമ്പ് കുഞ്ഞുകുട്ടനാണ് ഒരു പ്രധാന
ഇത് മാടമ്പനെ ഞാൻ മോഹനേട്ടൻ വഴി വളരെ മുമ്പേ തന്നെ ഏതാണ്ട് 87 തന്നെ മാടമ്പായിട്ട് സൗഹൃദം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇല്ലത്ത് പോവും, അവിടെ ഓഫാവും കുറേ ദിവസം. പിന്നെ ചിലപ്പോൾ അവിടെ നിന്ന് യാത്രയുണ്ടാവും. അങ്ങനെ ദീർഘമല്ല അനുഭവം മാടമ്പായിട്ടുണ്ട്. അപ്പം മാടമ്പ് വഴിക്കാണ് ശരിക്ക് ജയരാജനായിട്ടുള്ളൊരു ഇത്. പിന്നെ സാറിനായിട്ട് മിക്കവാറും സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം സൗന്ദര്യലഹരി ഉണ്ടല്ലോ ശങ്കരന്റെ. എനിക്ക് അത് ഏതാണ്ട് ഹൃദിസ്ഥാണ്. അത് വേറൊരു കാര്യത്തിനും അപ്പൊ ഇതായിട്ട് പഠിച്ചതാണ്. പിന്നെ അതിന്റെ പല വ്യാഖ്യാനങ്ങൾ അവസാനം അതാണ് ഗുരുദേവന്റെ ശിഷ്യനുണ്ടല്ലോ നടരാജഗുരുവിന്റെ ഒരു കമന്ററിയിൽ അതാണ് ഏറ്റവും ഇതായിട്ടുള്ള ഇപ്പോഴും അതിന്റെ അവസാനം എന്ന് പറയാവുന്ന വാക്കാവുന്ന ഇതാണ് സംഭവം. അപ്പൊ അതടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ മിക്കവാറും ഇതാണ് ജയരാജ സാറായിട്ടുള്ള ഒരു ഉണ്ടാവുക. പിന്നെ അത് സംബന്ധിച്ച് അതിന്റെ കവളം നമുക്ക് പറഞ്ഞ വലിയൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ, കവളം, പ്രാങ്കവളം, പിന്നെ സമയാചാരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു പരമ്പരയുണ്ട്. ഞങ്ങളുടെ ഇടയിലെ ആ ഒരു ശാക്തേയ ബന്ധം പറയാം. പൃഥ്വിരാജും ഭാവനയും അഭിനയിച്ചിട്ട് സിനിമ. അപ്പോ പിന്നെ തുടർച്ചയായിട്ട് പുള്ളിയുടെ കൂടെ കുറച്ച് പടങ്ങളുണ്ട്. അവസാനം വർക്ക് ചെയ്തത് ആനച്ചന്തം. അല്ല, ആനച്ചന്തത്തിന് ശേഷം വർക്ക് ചെയ്തത് പകർന്നാട്ടം ആണ്. പകർന്നാട്ടം ഞാൻ അഭിനയവും. അപ്പൊ ജയരാജനോട്ടില്ലുണ്ട് വർക്ക് ചെയ്യുന്നവരോട് ഏറ്റവും അധികം സ്നേഹവും അവരുടെ കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ഭയങ്കര വെൽവിഷറാണ് അയാൾ മറ്റുള്ളവരുടെ. എന്റെ രണ്ടാമത് എന്റെ മകനും വർക്ക് ചെയ്തു അയാളുടെ കൂടെ, ചിദംബരം അയാളുടെ കൂടെ പകർന്നാട്ടത്തിലും മറ്റൊരു പടത്തിലും ചിദംബരം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വൈകുന്നേര സദസ്സുകളിലുള്ള കവിതകള് കൂടുതലും ചൊല്ലാറുള്ള കവിതകള് ചുള്ളിക്കാടിന്റെ ഒക്കെയാണോ? ചുള്ളിക്കാട് ഓഫ്കോഴ്സ് വരാട്ടിൽ ഒരുപാട് ഗംഭീരമായ കവിതകൾ ഇപ്പം പലരും അത്രയധികം വാഴ്ത്താത്ത കവിതകളുണ്ട്. ചിലതുണ്ട് ഒന്ന് നിരൂത ട്രാൻസ്ലേഷനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് വരാട്ട പഴയ കവിതകളുണ്ട്. പിന്നെ ഒരു കാലത്ത് കടമ്പനിട്ട കവിത അവർ പീരീഡ് ആയിരുന്നു. എവിടെ കള്ളുകുട്ടി സഹസം എടുക്കും ഉടനെ കടമ്പനിട്ട എന്നൊരു ലൈൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോ അങ്ങനെ കടമ്പനിട്ട കവിത അങ്ങനെ അത്ര ഇതാണ് പ്രധാനമായിട്ട് ചൊല്ലുന്നൊരു സംഭവം. പാരേട്ടനുണ്ട് ഓഫ്കോഴ്സ്. ഏറ്റവും അധികം എനിക്ക് ഭയങ്കര ചൊല്ലാനും ഇഷ്ടം പണിക്കരാണ്. ഭയങ്കര രസമായിട്ടുള്ള മലയാള കവിതയുടെ ഭാവുകത്വം ആകെ മാറ്റിമറിച്ചൊരു മനുഷ്യൻ പണിക്കർ സാറേ. അദ്ദേഹത്തിന് പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം കണ്ടിട്ടുണ്ട്. ഭയങ്കര പേടിയോടുകൂടെ ദൂരെ നോക്കി നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കക്ഷിയായിരുന്നു പണിക്കര്. പണിക്കരുടെ എല്ലാ കവിതയും, കുടുംബപുരാണായാലും പിന്നെ എന്താണ് ഗോപികാദണ്ഡകമായാലും ഒരുപാട് കവിതകളുണ്ട്. സ്തുതി പാടുക നാം മർത്തേന്, സ്തുതി പാടുക നാം തന്നയൽപക്ക തരവയർ നിറയ പെണ്ണിന് പെരുവയർ നൽകും മർത്തേന്, സ്തുതി പാടുക നാം. കാട്ടിലൊരു അത്തിമരക്കൊമ്പിൽ കിളി പാടിയിരിക്കെ കൂട്ടരോടൊത്തതിൽ അമ്പു തറച്ചത് കയ്യിലെടുക്കും നേരം കോപം താപം ശോകം എന്നൊരു ശ്ലോകം ചൊല്ലി വരും കാട്ടാളനെ മറ്റൊരു കണയിൽ കൂർക്കും മർത്യന് സ്തുതി പാടുക നാം. മലയാളം ഉള്ളിടത്തോളം കാലം നിൽക്കുന്ന ഒരുപാട് കവിതകൾ പണിക്കർ സാറിന്റെ അടുത്തുണ്ടായിട്ടുണ്ട്. ഗോപിയാദോട് ഒരു സുന്ദരമായിട്ടൊരു അത് മറ്റൊരു കവിതയ്ക്ക് മറുപടിയാണെന്നും പറയാറുണ്ട്. ശിവകുമാരി ടീച്ചറിന്റെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നൊരു പ്രസിദ്ധ കവിത ഉണ്ടല്ലോ. കൃഷ്ണ അത് തുടങ്ങുന്നത് അവസാനിക്കുന്നത് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന്. പണിക്കർ സാർ തുടങ്ങുന്നത് അറിയുന്നു ഗോപികെ നിന്നെ ഞാൻ എൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നോർമ്മതൻ മധുരമായി അറിയുന്നു നിന്ന ഞാൻ തിരയുന്നു തിരകോതി നിറയുന്ന കാളിന്നിയുണരുന്ന പുതുമോഹയാമങ്ങളിൽ ഗോക്കൾ അലയുന്ന വൃന്ദാവനത്തിന്റെ വൃക്ഷത്തണൽ പറ്റി എന്തോ കളഞ്ഞത് തേടുന്ന കാറ്റിലെ നവപുഷ്പ രാഗാർദ്ര സുസ്മേരമായന്റെ ഗതകാല വിസ്മൃതി തിരമാല ചാർത്തുന്നൊരടരായി അഴൽ ചേർന്നൊരഴകായി നിന്നെ ഞാൻ അറിയുന്നു.
അത്ഭുത കവിതയാണത്. അതായത് ഒരു നൃത്തം നമ്മൾക്ക് അതിൽ രാസലീല അതിന്റെ താളത്തിലുണ്ട്. രാസലീലയാണ് നമുക്ക് ആ താളത്തിൽ അത് കംപ്ലീറ്റ്. ഇടശ്ശേരി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പൂതപ്പാട്ടിലൊക്കെ ഉണ്ട് ഈ താളം വരുന്നത്. നമ്മുടെ വലിയൊരു പാരമ്പര്യം. നമ്മുടെ നാരായണീയത്തിലുണ്ട്, മേൽപ്പത്തൂരുണ്ട്, നാരായണീയത്തിലുണ്ട്. നാരായണീയത്തിൽ മറ്റേ എന്താണ് പറയാ, കാളിമർദ്ദനം ഉള്ള ആ സമയത്ത് കങ്കണ രിങ്കണ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉദക തുതക തുരകാധിപതേ എന്നൊക്കെ സമയത്ത് ഒരു നൃത്തം ഫീൽ ചെയ്യും. അത് പണിക്കറിന്റെ പണിക്കരുടെ ഏറ്റവും വലിയ സ്ഥിതിയാണ്. അതുപോലെ ഈ നേരെ തിരിച്ചിട്ട് ഉണ്ടല്ലോ വന്നത്, മന്ദഗാമിനി ഹേമന്തയാമിനി ഘനശ്യാമരൂപിണി വരൂണി. മൃത്യുപൂജ, പണിക്കരുടെ മൃത്യുപൂജയാണ്. നർമ്മ മൃദു മർമ്മര വിലാസങ്ങളെ തഴുകി സന്ധ്യയുടെ രാഗം പൊലിഞ്ഞു. സഹ്യാദ്രി തീരവും ഇരുണ്ടും വരിക കുളിരിളകുന്ന ചെറുതെണ്ണവേറിഞ്ഞി തരിക തളിരതരതല താമ്പൂലമാതിരി. അങ്ങനെ ഈ രണ്ട് ഇതിൽ എഴുതാൻ പറ്റിയ ആൾക്കാർ അപൂർവമാണ്. അതുകൊണ്ടാണ് പണിക്കരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ പറയേണ്ടി വരും. ഇങ്ങനെ പണ്ട് ആളുകൾ പറയുമല്ലോ, 1000 ശ്ലോകം പഠിച്ച ആരും കവിയാവെന്ന് പറയുന്ന പറഞ്ഞ പോലെ സതീഷ് ഏട്ടൻ കവിതയിലെ കൈവച്ചിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നു എന്റെ ആദ്യകാല ശ്രമങ്ങൾ കവിതയിൽ കൈവച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 1980 മലബാറിൽ വെച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയാ, കേരളത്തിലെ യുവസാഹിത്യകാരൻ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. സാഹിത്യ അക്കാദമി നടത്തിയ ക്യാമ്പ്, 15 ദിവസത്തെ പരിശീലന ക്യാമ്പ്. തകഴി ശിവശങ്കര പിള്ളയാണ് സെക്രട്ടറി, പിന്നെ SK പൊറ്റക്കാട്. ആ ക്യാമ്പില് 10 ദിവസം ഇവരുടെ കൂടെ. അന്നാണ് ഞാൻ കക്കാട് മാഷയൊക്കെ എന്നെ കക്കാടിനൊക്കെ അടുത്ത് പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ 10 ദിവസം ഇവരുടെ കൂടെ, ഞങ്ങളുടെ റൂംമേറ്റ് ആയിട്ട് ഈ സാഹിത്യകാരന്മാരായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മുതിർന്ന സാഹിത്യകാരന്റെ കൂടെ ആയിരിക്കും എനിക്ക് താമസം. എന്റെ റൂം ഓരോ ദിവസവും ഷെയർ ചെയ്യുന്നത്. ഒരു ദിവസം കക്കാട് മാഷായിരിക്കും, പിറ്റേ ദിവസം കുഞ്ഞുണ്ണി മാഷായിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടിയത് സാഹിത്യ അക്കാദമി വിളിച്ചപ്പോൾ കവിത അയച്ചിരുന്നു. അങ്ങനെ എന്റെ 2 കവിത സെലക്ട് ചെയ്തിട്ടാണ് എനിക്കവിടെ പോകുന്നത്. ഇന്ന് വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനെ OK ജോണി അതേ ക്യാമ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോണിയെ ആദ്യം പരിചയപ്പെടുന്നു. അത്രയും വർഷം മുമ്പ് നടത്തും എന്താണെന്ന് നടത്തും. അപ്പോ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് ആ പരിപാടി പറ്റില്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ബുദ്ധിമുട്ടു. പിന്നെ ഈ പത്രമുള്ള പണിയായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെയിലിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല, പത്രത്തിൽ വർക്ക് ചെയ്തിരുന്നു 3 വർഷത്തോളം. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ സബ് എഡിറ്റർമാരുണ്ട് 2 പേര്. ഞാൻ ചീഫ് എഡിറ്ററാണ്. അപ്പോ ഈ എഡിറ്റോറിയൽ എഴുതണം. അപ്പൊ എല്ലാ ദിവസവും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതണം. എല്ലാ ടെൻഷൻ അതാണ് എന്താ വിഷയം. അങ്ങനെ 3 വർഷത്തിലെ ഈ ഒരു എക്സസൈസ് വേണ്ടി ജീവിക്കാൻ വേണ്ടിയായിരുന്നു. വേറെ പൈസയില്ല. അങ്ങനെ ഇതിനു വേണ്ടിയായിരുന്നു. അന്ന് 300 രൂപ ശമ്പളം കിട്ടോ, അതും പറയണല്ലോ. എന്നിട്ട് അത് എനിക്ക് ഇതില് പിന്നെ എന്താ പറയാ, ഇങ്ങനെ എഴുതുന്നതിൽ ഒരു വലിയ ട്രെയിനിങ് ആയിരുന്നു ആ 3 വർഷം. പിന്നെ ഈ ഡോക്യുമെന്ററി ഫിലിംസ് ഞാനൊരു 10-25ഓളം ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്. ദൂരദർശനം വേണ്ടിയിട്ട് ആദ്യകാലത്ത് ചെയ്തു. അരിയുടെ അർത്ഥശാസ്ത്രം പറഞ്ഞിട്ട് കേരളത്തിലെ റൈസ് ക്രൈസിസിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജലരേഖകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദൂരദർശനം വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെന്ററി ചെയ്യുന്നു. കുഞ്ഞീഷ്ണാട്ടായിരുന്നു അവിടെ ഡയറക്ടർ. അദ്ദേഹത്തിന് എനിക്ക് വിഷയം പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഒരു വായനയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് ഈ കുഞ്ഞീഷ്ണൻ. പിന്നെ കൂടാതെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു ദൂരദർശനിൽ. ശ്യാമപ്രസാദ്, സാജൻ, ബൈജു ചന്ദ്രൻ, ദിലീപ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇതായിട്ടുള്ളൊരു നല്ല ടീം ഉണ്ടായിരുന്നു ദൂരദർശനിൽ. അപ്പൊ അവിടെ കുറെ ഡോക്യുമെന്ററി അവർക്ക് വേണ്ടി ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ KSFDCക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ KSFDCക്ക് വേണ്ടി ഏറ്റവും ഇതായിട്ട് ചെയ്ത് മലബാർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് വില്യം ലോഗന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം.
അത് 13 ഭാഗമായിട്ട് ഡോക്യു ഫിക്ഷൻ ചെയ്തിരുന്നു. അത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യാണ്. പിന്നെ കൈരളി തുടക്കകാലത്ത് ഒരു പിന്നെ മലയാള സിനിമയുടെ ചരിത്രം 52 എപ്പിസോഡായിട്ട് ഡാനിയൽ മുതൽ ഈ 70കളിലെ ഈ മലയാള സിനിമ അങ്ങനെ ഡോക്യുമെന്ററി അത് ഈ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഡോക്യുമെന്ററി ഫിലിം ചെയ്യുമ്പോൾ മറ്റവർ അസോസിയേറ്റ് ആയിട്ട് പോകുന്ന സമയത്തും ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ടോ, അങ്ങനെയായിരുന്നു. ഇപ്പൊ ജിതുവിന്റെ ആദ്യത്തെ പടം ഓഫ് കോഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചു. ഞാനും ഈ പറഞ്ഞല്ലോ, ഞാൻ സിനിമ കാണാൻ പോകുമ്പോ ഇതെന്താ സിനിമ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ജിതുവിന്റെ പേര് കണ്ടിട്ടാണ് ഒരു ഉറപ്പുണ്ട്, അങ്ങനെയാണ് സിനിമ കാണാൻ പോയത്. അത് ഞാൻ ഇരുത്തി എന്താ പറയാ പ്രശംസിക്കുന്നതല്ല കേട്ടോ, ഞാൻ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഫിലിം, വേറെ ഒന്നും വായിക്കാൻ പോയതുകൊണ്ട്. അപ്പം ഈ ആദ്യകാലത്ത് സിനിമയിൽ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒരു പക്ഷെ അങ്ങേ വിളിച്ച് മോനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു ആരെങ്കിലും? തീർച്ചയായിട്ടും ഒരുപാട് പഴയ സുഹൃത്തുക്കൾ പിന്നെ വിളിച്ചിരുന്നു. എനിക്ക് ഞാൻ പണ്ട് സ്കൂളിൽ കൂടെ പഠിച്ച ആൾക്കാർ വരും എന്റെ നമ്പർ പരിധി തപ്പി പിടിച്ചിട്ട് ഇന്ന ആളാണെന്ന് വെച്ചാൽ എനിക്ക് 10ാം ക്ലാസ് ശേഷം കണ്ടിട്ടില്ലാത്ത പല ആൾക്കാർ പോലും എന്നെ ഇതായിട്ട് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഞാനൊരു കുറിപ്പ് അന്ന് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഷോ ആണ് പോയി കണ്ടത്. അപ്പൊ അത് അന്ന് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കുറിപ്പ് ഇട്ടിരുന്ന അതിന്റെ ഒരു ചെറിയ എനിക്ക് ആ സിനിമയെ കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടു വരിയേ ഉള്ളൂ. അപ്പൊ അതില് ശുഭ ടീച്ചർ വന്നിട്ട് പറഞ്ഞിരുന്നു ചിതും ഗണവും ബ്രദറിന്റെ മക്കളാണെന്നുള്ള രീതിയിൽ. അതെനിക്ക് അറിയണ്ടായില്ല ശുഭ ടീച്ചർ സിസ്റ്റർ ആണെന്നുള്ളത്. ശുഭ എന്റെ ഇളയ സഹോദരി, ഏറ്റവും ഇളയ. ഞങ്ങൾ 5 പേരാണ്. 5 പേരിൽ ഞാൻ മാത്രമേ ആണായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സഹോദരിമാരാണ്. അതിൽ ഏറ്റവും ഇളയ സഹോദരിയാണ് ശുഭ. പിന്നെ ശുഭയും ഈ പറഞ്ഞ പോലെ ഞാൻ പുസ്തകമൊക്കെ എന്റെ വീട്ടിലൊന്നും പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ശുഭയും നന്നായിട്ട് സമയം കുഴപ്പമില്ലാണ്ട് വായിക്കുമായിരുന്നു അവള്. അതിന്റെ ഇത് കാണാനുണ്ട്. അവള് 2-3 പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ സമയം നന്നായിട്ട് പാടും. ലോകവിവരമുണ്ട്. അതിന്റെ വലിയ സമാധാനം. വേറെന്താ വേണ്ടത്? ആക്ച്വലി ഈ സന്തോഷത്തില് ചോദിക്കേണ്ട ഒരു കാര്യമാണോ എന്നറിയില്ല, പക്ഷെ എപ്പോഴും മുൻപ് സംസാരിച്ചതിലൊക്കെ കേട്ടിട്ടുണ്ട് മദ്യപാനത്തിനെ കുറിച്ചൊക്കെ അതിനെ കുറച്ച് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഇത് ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ഗ്ലോറിഫൈ ചെയ്യണമെന്നുള്ള ഒരു കാരണം കൂടി പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഗ്ലോറിഫൈ ചെയ്തൊന്നുമില്ല. ഞാനങ്ങനെ ഗ്ലോറിഫൈ ചെയ്തില്ല പറഞ്ഞു. മദ്യപാനത്തിനെ ഗ്ലോറിഫൈ ചെയ്തൊന്നുമില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അത് ഞാൻ തുറന്ന് പറയുന്നത് എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മദ്യപാനം ഒന്നുകൊണ്ടും ഗുണമല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഇതാണ് നമുക്ക് പല ഈ സൗഹൃദങ്ങളുടെയും ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ചിദം പറയുന്നുണ്ടല്ലേ ആ സിനിമയുടെ മഞ്ഞുപോലെ പോയിച്ചിട്ട് പാട്ടുണ്ട്, കള്ള് കുടിച്ച കള്ള് കള്ളം പറയില്ലടാ. അത് സത്യമാണ്. പാട്ട് വേടൻ എന്റെ സുഹൃത്താണ്. എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന സ്ഥിരം കക്ഷിയാണ് വേടൻ. ഇവരൊക്കെ ഒരു കമ്പനിയാണ്. അപ്പോ ആ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതുണ്ട്. വളരെ ഓപ്പണായ ഒരു മനുഷ്യൻ, വളരെ ഓപ്പണാവുന്ന ഒരു സമയമാണ് കള്ളുകൂടി ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര മഹത്വരിച്ചിട്ട് പറയുന്നതല്ല. പിന്നെ കള്ളുകൂടി ഞാൻ നിർത്തിയിട്ടുണ്ട് പല സമയങ്ങളിലും. ഞാൻ തുടർച്ചയായിട്ട് 2.5 വർഷം കള്ളുകൂടി നിർത്തിയിരുന്നു. ഞാൻ ആ മലബാർ മാനിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കള്ളുകുടിക്കില്ലായിരുന്നു. ഈ എന്താണ് പാടം വന്നൊരു വിലാപം ആ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ നിർത്തിയൊരു പീരീഡ് ഉണ്ടായിരുന്നു 2.5 വർഷത്തോളം. ഞാൻ നിർത്താറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു 6 മാസം നിർത്തും. അങ്ങനെയൊന്നുമില്ല. പക്ഷെ കഴിക്കും അത്രയേ ഉള്ളൂ. വളരെ സന്തോഷം സതീഷ് ചേട്ടാ. ഇതുകൊണ്ട് തീരില്ല. കാരണം എനിക്ക് തോന്നുന്നു ദിവസങ്ങളോളം ഇരുന്ന് സംസാരിച്ചാലും തീരില്ല. അതിന്റെ ഒരു ത്രില്ല് എനിക്കും തീരില്ല ഈ കേൾക്കണതിന്റെ. അപ്പൊ എന്തായാലും പ്രോമിസിങ് ആണ് ജിതും ഗണപതിയെ കുറിച്ച് കൂടി സംസാരിക്കാൻ പറ്റി, മക്കളെ കുറിച്ച് കൂടി സംസാരിക്കാൻ പറ്റിയില്ല. അതാണ് അവസരമെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിലും കൂടെ സംസാരിക്കാൻ പറ്റിയില്ല. നേരിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു. അയക്കോ.